നമ്മുടെ ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ടോക്സിക്കിന്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ഞാനൊരു യഷ് ഫാൻ ആയിക്കൊണ്ട് തന്നെ പറയട്ടെ, ഇതൊരുമാതിരി മാസ് കാണിക്കാൻ വേണ്ടി സീൻ കുത്തിക്കയറ്റിയ പോലെ ഉണ്ടോ എന്നൊരു സംശയം. പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഇമോഷണലി കഥയും ക്യാരക്ടറും കണക്ട് ആയി കഴിഞ്ഞാൽ നമുക്കിത് ഫീൽ ചെയ്യില്ല. പക്ഷെ എന്നാലും ഒരു സെമിത്തേരി പൊട്ടിക്കാൻ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു സീൻ കാണിച്ചുകൊണ്ട് സെമിത്തേരി പൊട്ടിക്കുക എന്ന് പറയുന്നത് ഒരു എന്തെങ്കിലുമൊക്കെ കാണിച്ച് മാസ് കയറ്റുക എന്നുള്ളൊരു ലെവലിൽ ചെയ്ത പോലെ ഒരു ഫീലിംഗ് അടിക്കുന്നില്ലേ. പിന്നെ മെയിൻ കാര്യത്തിലേക്ക് വരാം, ഇങ്ങനെ ഒന്നും ചെയ്യുന്നതിൽ പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡിന്റെ വിഷയം ഇവിടെ വരുന്നുണ്ടോ എന്നൊരു സംശയം. എന്തായാലും മാഡം കസബയിൽ ഇത്രയൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇതെന്താണിത്, ഇതേനിത് അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഒരു സീൻ മാസ് കുത്തിക്കറ്റാൻ വേണ്ടി പല സംഭവങ്ങളില്ലേ. ഇതിപ്പോ തലവെട്ടലും അടുത്തു, എല്ലാരെയും ഒറ്റ ഗണ്ണ് വെച്ചിട്ട് ചുട്ട് ചാമ്പലാക്കുന്നതും അടുത്തു, അറക്കുന്നതും അടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് ജനങ്ങൾക്ക് ഒരു വെറൈറ്റി കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതിന്റെ ഇടയിൽ ബോംബ് സ്ഫോടനം ഉണ്ടാവുന്നു. പിന്നെ കോൺട്രവേഴ്സി ഉണ്ടാക്കി റീച്ച് കൂട്ടാനാണെങ്കിൽ നിങ്ങൾ എതിരായിട്ട് നിന്ന കോൺസെപ്റ്റിനും ഇതും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലല്ലോ. അവരും ചെയ്യുന്നത് ഒരേ കാര്യം, ഇവരും ചെയ്യുന്നത് ഒരേ കാര്യം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അത് നമ്മുടെ വർക്കിലൂടെയല്ല നമ്മൾ പുറത്തേക്ക് എത്തിക്കേണ്ടത്. പല വർക്കുകളും ശ്രീനിവാസൻ സാർ ആണെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ ആശയങ്ങൾ, അദ്ദേഹത്തിന്റെ ചിന്തകളെല്ലാം വളരെ നർമ്മത്തിന്റെ രൂപേണ, വളരെ ഹോണസ്റ്റ് ആയിട്ട്, ജെന്യൂൻ ആയിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. നമ്മുടെ സ്വപ്നങ്ങൾ എഴുതാൻ, പ്രതിഷേധങ്ങൾ അറിയിക്കാൻ, ഫിലോസഫിയും ജീവിതത്തിലെ റിയാലിറ്റികളും പങ്കുവയ്ക്കാൻ ഒരു 10,000 വേദികളിൽ കയറി നിന്ന് പ്രസംഗിക്കുന്നത് പോലെയല്ലേ സാർ നല്ലൊരു സിനിമ എടുക്കാന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി നിൽക്കുകയും ചെയ്യുന്നു, വേറൊരു കാര്യം പുറത്തേക്ക് വർക്കിലൂടെ നമ്മൾ കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ വാക്ക് ആൾക്കാർ വിശ്വസിക്കണം എന്ന് പറയുന്നതിൽ ഒരു ചെറിയ ഹിപ്പോക്രസി ഇല്ലേ. എന്തായാലും വളരെ നല്ലൊരു ഇതായിരുന്നു ഇത്. ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്.